പാട്ടിലെ ഒരു ബിറ്റ് വായിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും മലയാളികൾക്ക് ആ പാട്ട് എത്ര വലുതാണ്, ഏത് മ്യൂസിക് ഡയറക്ടറാണ്, ആരഭിനയിച്ചതാണ്, ആര് പാടിയതാണ്, എത്ര മഹത്തായ പാട്ടാണ്. അതിനുവേണ്ടിയാണ് ജോസ് ചേട്ടനത് വായിച്ചതെന്നുള്ളത് ആ ബിറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കേൾക്കാം. ഏത് പാട്ടാണെന്നല്ലോ മനസ്സിലായോ? പറയേണ്ടതുണ്ടോ? ഹരിമുരളീരവം. ഹരിമുരളീരവം രവീന്ദ്രൻ മാഷോടൊപ്പം ഇവിടെയുള്ള എല്ലാ സംഗീത സംവിധായകരോടും ഒപ്പം എത്രയോ നമ്മൾ കേട്ടിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രതിഭയാണ് നമ്മളോടൊപ്പം ഇന്ന് ഓണത്തിന്റെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ, ഒന്ന് ജോസ് ചേട്ടൻ ആലപ്പുഴക്കാരനാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്, അത് വേറെ പ്രശ്നം. പിന്നെ എന്റെ ആദ്യത്തെ അമേരിക്കൻ ട്രിപ്പിലുള്ള ഒരു 4 പേര് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചുണ്ട്. ജോസിയേട്ടനുണ്ട്, ഞാൻ. പിഷാരടിക്ക് ഇതിനൊരു അഭിനന്ദനം തരികയാണ്. കാരണം ഓർക്കസ്ട്ര വായിക്കുന്നവരെ പിന്നണി എന്നാണ് പറയുന്നത്. അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാനുള്ള താങ്കളുടെ പ്രതിബദ്ധതയെ ഞാൻ അംഗീകരിക്കും. കൊണ്ടുവരാൻ വരേണ്ട ഡിമാൻഡുള്ള ആൾക്കാരല്ലേ നമ്മൾ പോണവരെ വിളിച്ചാൽ എപ്പോഴും വിളിച്ചോ, ഞാൻ വരാം. ഒരു പാട്ട് ഇപ്പൊ നമുക്ക് വൈറലാവുക, 1 മില്യൺ വ്യൂസ് 2 മില്യൺ വ്യൂസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയിൽ ഒരു പാട്ട് തിയേറ്ററിൽ ആഘോഷിക്കുക, തിയേറ്ററിൽ ആ സിനിമയിലും ആ പാട്ട് വരുമ്പോൾ തിയേറ്ററിലുള്ളവരെല്ലാം കൂടെ എണീറ്റ് തുള്ളുക, ആ പാട്ട് അങ്ങനെ സിനിമ ഒരു 10-25 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ പാട്ട് മാത്രം സിനിമ തീർന്ന ശേഷം ഒരു തവണ കൂടെ തിയേറ്ററിൽ ഇടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നൊരു സൂപ്പർ ഹിറ്റ് പാട്ടിലെ ഫ്ലൂട്ട് വിറ്റ് വായിച്ചിരിക്കുന്നത് ജോസ് ചേട്ടനാണ്. ആ പാട്ട് ഏതാന്ന് ഇപ്പൊ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പൈസ തരണ്ട.